ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പെട്ടെന്നൊരു പിസ്സ കഴിക്കണം തോന്നിയാൽ വീട്ടിലുള്ള ബ്രെഡും മുട്ടയും വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ബ്രെഡ് പിസ്സൻ്റെ റെസിപ്പിയാണ്. കുഴയ്ക്കാൻ പരത്തെ ഒന്നും ചെയ്യേണ്ട, വെറും 5 മിനിറ്റിൽ 6 പീസ് ബ്രെഡ് വെച്ചിട്ട് നല്ല അടിപൊളി പിസ്സ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബ്രെഡാണ് ആവശ്യമായിട്ടുള്ളത്. അതിനായിട്ട് ഒരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള ബ്രെഡ് എടുക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബ്രെഡ് തീരെ തീരെ കട്ടിയില്ലാത്ത നൈസായിട്ടുള്ള ബ്രെഡാണെന്നുണ്ടെങ്കിൽ ഒരു 8 എണ്ണം വരെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ ക്യൂബായിട്ട് അങ്ങ് കട്ടാക്കിയിട്ട് എടുക്കണം. ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി എല്ലതും ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു മുട്ട മാത്രം മതിയാകും. കൂടെ തന്നെ ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. നോർമലായിട്ടുള്ള പാലിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനേക്കാളും കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇരട്ടി മെഷർമെൻറ്റ് എടുത്താൽ മതിയാകും. കൂടെ തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ ചേർക്കുമ്പോൾ നല്ലൊരു ടെക്സ്ചർ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് റവ ചേർക്കുന്നത്. നല്ല പോലെ എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പാലിലും മുട്ടയിലും കിടന്നിട്ട് ഈ ഒരു ബ്രെഡ് നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടണം. ഇനി ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ചേർക്കൊന്നും ചെയ്യരുത്. മിക്സിയിലിട്ട് പൊടിച്ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ലൂസായിട്ടാവും കേട്ടോ ഈ ഒരു ബാറ്റർ ഉണ്ടാകുക. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർക്കുക. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു കുരുമുളക് പൊടി നിങ്ങൾക്ക് എരിവ് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇത് ചേർക്കണമെന്നില്ല. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഈ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ നമ്മുടെ ബാറ്റർ വേണ്ടത്. ഇതവിടെ ഇരിക്കട്ടെ. ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കണം. അതിനായിട്ട് ഞാനിതാ കുറച്ച് തക്കാളിയും പിന്നെ ക്യാപ്സിക്കും ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഒരു പകുതി ക്യാപ്സിക്കും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള സവാളിൻ്റെ പകുതി ഇതുപോലെ ക്യൂബായിട്ട് തന്നെ കട്ടാക്കി എടുക്കാം കേട്ടോ. പിന്നെ തക്കാളിൻ്റെ കുരു കളഞ്ഞിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലൊന്നും ഇല്ലാത്ത ചിക്കന് ഇതുപോലെ ചെറിയ പീസായിട്ട് ക്യൂബായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണിനെക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് ഉപ്പും 1 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ചിട്ട് തന്നെ ടൊമാറ്റോ സോസും കൂടെ എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കളറിന് ജസ്റ്റ് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് കളറും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നിർബന്ധമില്ല, ഓപ്ഷണലാണ്. നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട. ഇനി ഒരു പാൻ വെച്ചിട്ട് നല്ല പോലെ ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് ബട്ടറും ചേർക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയിട്ടും എടുക്കാം കേട്ടോ. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നല്ല രീതിയിൽ മുരിഞ്ഞിട്ട് കിട്ടേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കേണ്ടത്. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം ഇത് പെട്ടെന്ന് കുക്കായിട്ട് വരും കേട്ടോ. പിന്നെ ഹാർഡായിട്ട് കിട്ടാതിരിക്കാനാണ് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊടുത്തിട്ടുള്ളത്. ഇതിവിടെ ആയിട്ടുണ്ട്. കാരണം ചെറിയ പീസായിട്ട് കട്ടാക്കി എടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്തിട്ട് വരും. നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് ഉള്ളൊക്കെ നല്ല പോലെ തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇത്രയും മതി. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു എണ്ണയിൽ നിന്ന് ഈ ഒരു ചിക്കന് ഫുള്ളായിട്ട് അങ്ങ് കോരിയിട്ട് നമുക്കൊരു മറ്റൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ബാക്കി വന്നിട്ടുള്ള എണ്ണ കളയണ്ട. ഈ ഒരു എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ബ്രെഡും മുട്ടയും പാലും കൂടെ മിക്സ് ഉണ്ടല്ലോ, അത് ഈ ഒരു എണ്ണയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നല്ല രീതിയിലൊന്ന് ഷേപ്പാക്കി എടുക്കുക. നല്ല റൗണ്ട് ഷേപ്പാക്കിയിട്ട് എടുക്കുക. പിന്നെ എനിക്ക് എണ്ണ കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മുക്കി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ എനിക്കിത് കറക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഷേപ്പാക്കി എടുക്കുക.
ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ കറക്റ്റ് 5 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കണം. 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്തിട്ട് വരും. കറക്റ്റ് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരു സൈഡ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നതിന് മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കമഴ്ത്തി കൊടുക്കാം കേട്ടോ. ഈ ഒരു പ്ലേറ്റിലേക്ക് നിങ്ങൾ മാറ്റി വെക്കാം. എന്നിട്ട് ഈ ഒരു പാനിലേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ സ്പൂണോ തവിയൊക്കെ വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത്. ഇതിന് മുകളിൽ കുറച്ച് അധികം തന്നെ ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് ഈ ഒരു പിസക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിസ്സ സോസ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ നല്ല പോലെ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നല്ലൊരു പിസ്സൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടതാണ് ഞാൻ ഒരു 1.5 ടീസ്പൂണോളം ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇല്ലയെന്ന് വെച്ചിട്ട് ഉണ്ടാക്കാതിരിക്കണ്ട. ഇതുപോലെ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ അങ്ങ് ഇട്ടുകൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ടാക്കി വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. പിസക്ക് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുക ഉള്ളിയും ക്യാപ്സിക്കൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഇരിക്കുമ്പോഴാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് താഴെ ഭാഗത്തായിട്ട് കുറച്ച് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി ഇടുന്നതിന് മുന്നായിട്ട് ഇട്ടുകൊടുത്താലും മതി. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതുപോലെ എല്ലായിടത്തേക്കും കുറച്ച് ക്യാപ്സിക്കം കൂടെ അങ്ങ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് തക്കാളി കട്ടാക്കിയതും കൂടെ വെക്കുന്നുണ്ട്. ഇനി നല്ല കളറിലുള്ള ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കുക. പിന്നെ കോൺ ഉണ്ടെങ്കിൽ അതും കൂടെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഇതുപോലെ എല്ലായിടത്തേക്കും ഈ രീതിയിൽ അങ്ങ് വെച്ച് കൊടുക്കാം. ഇത് ചിക്കന് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇനി തീ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊടുത്തിട്ട് ഇതിന് മുകളിലേക്ക് ചീസ് അങ്ങ് ഇട്ടുകൊടുക്കാം. ചീസ് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇട്ടുകൊടുക്കുക. അപ്പോൾ ഞാനിത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചീസാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. എന്നതിന് മുകളിൽ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ചെറിയൊരു എരിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിയും ഒക്കെ കിട്ടാനാണ് കേട്ടോ. അപ്പോൾ എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കണ്ട. ഇനി അടച്ച് വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. ഈ ഒരു ചീസ് മെൽറ്റ് ആവണ വരെ മാത്രം വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ കറക്റ്റായിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കുക. ചീസൊക്കെ നല്ല പോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതൊരു മറ്റൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിസ്സയാണിത്. ഈ ചിക്കനൊക്കെ വന്നുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ പിസ്സയൊക്കെ കഴിക്കുമ്പോൾ ചൂടോട് കൂട്ടി തന്നെ കഴിക്കുക. ഇതിന് ബേസ് ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. വെറും 5 മിനിറ്റിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. മൈദൻ്റെ ബേസിനേക്കാളും ഒന്നും കൂടി എളുപ്പമാണ് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. പിന്നെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉറപ്പായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്